നമസ്കാരം. അറ്റ്ലീറ്റോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സോപാന സംഗീത ഗന്ധർവൻ ശ്രീ ഏലൂർ ബിജു ആണ്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, ആരാണ് ഏലൂർ ബിജു? നല്ല രസമായുള്ള ചോദ്യമാണ്. ഒരുപാട് സന്തോഷമുണ്ടായി. ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഞാൻ പറയുന്നത് ഒരു അനുഗ്രഹം, ഭഗവാൻ അനുഗ്രഹിച്ചത്. എനിക്ക് ഇങ്ങനൊരു ജന്മം തന്നു. അങ്ങനെ ഏലൂർ ബിജു എന്നുള്ള ആ ഒരു പേര്, ഏലൂർ ബിജു എന്നുള്ളൊരു പേര് എൻ്റെ വീട്ടുകാരിട്ടതും ഏലൂർ ബിജു എന്നുള്ള എൻ്റെ ഗുരുനാഥനിട്ടതുമാണ്. അങ്ങനെയാണ് ഏലൂർ ബിജു എന്ന പേരിലേക്ക് ഇവിടെ എത്തിയത്. എങ്ങനെയാണ് സാർ ഈ ഒരു മേഖലയിലേക്ക് വരാനുണ്ടായ ഒരു കാരണം? അത് ഇത് പറയുമ്പോൾ അത് പറയേണ്ടി വരും. നോക്കൂ, ഞാൻ ഒരിക്കൽ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിട്ട്, അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, നിങ്ങൾ പറയണ ഏലൂർ ബിജു ആവുന്നതിന് മുമ്പുള്ള, ഞാൻ ആദ്യം ചോദിച്ചു ഞാൻ ആരാണ് എന്നാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. മോഹൻലാൽ സിനിമയിൽ പറയണ പോലെ. അപ്പോൾ അദ്ദേഹം എന്നോട് കുറേ നേരം എന്നെ നോക്കിയിരുന്നു. എന്നിട്ട് ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ്. നിങ്ങൾ സാധാരണ എല്ലാവരും ഒന്ന് പ്രശ്നങ്ങൾ പറയണം. അങ്ങനെ ഞാൻ ഞാൻ ആരാണെന്ന് എനിക്കറിയണം. കാരണം ചില ജീവിതത്തിൽ നമ്മളറിയാതെ നമ്മളിൽ ചില വ്യത്യാസങ്ങൾ കാണാം. നമ്മൾ ചില ചിന്തിക്കുന്നതിന് അപ്പുറം ചില കാര്യങ്ങൾ നടക്കാം. നമ്മൾ സ്വപ്നം കാണുന്നത് ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ ചിലപ്പോൾ യാഥാർത്ഥ്യമായിട്ട് വരുന്ന കാണാം. അങ്ങനെ കുറേ അനുഭവങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ടായി. അപ്പോൾ അത് ഞാൻ ഒരിക്കൽ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ആദ്യമേ തൊട്ട് സംസാരിച്ചു. ഞാനത് പറഞ്ഞത് മാത്രം. ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം പറയുമ്പോൾ അതൊക്കെ ഞാൻ പറയേണ്ടി വരും. ഞാൻ ആദ്യം പേരിൻ്റെ കാര്യത്തിലേക്ക് ഇതിലേക്ക് വന്ന കാര്യം പറയാം, അപ്പോഴത് പൂർണ്ണമാവുള്ളൂ. ഞാൻ സദനം ദിവാകരനാശാൻ, മേള കലാനിധി, അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് മേളം പഠിക്കാനുള്ളൊരു അനുഗ്രഹമുണ്ട്. 90കളിൽ. അന്ന് ഞാൻ പനങ്ങാട് എന്നുള്ള ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ നാടാണ് പനങ്ങാട്. പനങ്ങാട്ട് താമസിക്കുന്ന സമയത്ത് കുറച്ച് പേരൊക്കെ കൂടി ഞങ്ങൾ മേളം പഠിക്കണമെന്നൊരാഗ്രഹം വന്നു. പക്ഷെ അത് നിന്നുപോയി. അന്ന് ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീനിവാസൻ എന്നുള്ള ശ്രീകുട്ടനും ഞാനും കൂടി അദ്ദേഹത്തിൻ്റെ ചോറ്റാനിക്കരയ്ക്ക് അടുത്ത് കോട്ടയത്ത് പാറ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പഠിക്കാൻ തുടങ്ങി. അതൊരു ജീവിതത്തിൽ വലിയൊരു മാറ്റമായിരുന്നു. കാരണം ആ ഗുരുനാഥൻ, നമുക്ക് നല്ലൊരു ഗുരുനാഥനെ കിട്ടുന്ന മഹാഭാഗ്യം. അങ്ങനെ ഒരു ഗുരുനാഥനെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അദ്ദേഹത്തിൻ്റെ അടുത്ത് തുടക്കം കുറിച്ചു, മേളം പഠിച്ചു, കുറച്ച് അരങ്ങേറ്റം കഴിച്ചു. പക്ഷേ അത്യാവശ്യം എന്തെങ്കിലും പരിപാടിക്ക് പോകുന്നല്ല, പരിപാടി എന്നൊന്നും പറയാൻ പറ്റില്ല, സന്തോഷം കൊണ്ട് ഇങ്ങനെ കൊട്ടാൻ പോകും. വീണ്ടും തിരിച്ച് 90കളുടെ ലാസ്റ്റിൽ ഞാൻ ഏലൂർക്ക്, എൻ്റെ അമ്മയുടെ നാടാണ് ഏലൂർ, അങ്ങോട്ട് അവിടേക്ക് താമസം മാറേണ്ട ഒരു സാഹചര്യം വന്നു. അവിടേക്ക് വന്നപ്പോൾ അവിടെ നാറാണത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചേന്നമ്മയെല്ലാം ഉണ്ണികൃഷ്ണന്മാരായിരുന്നുള്ള ഗുരുനാഥനെ ഇവിടുത്തെ തായം പഠിക്കണമെന്ന ആഗ്രഹത്തോട് ചെന്നു. മറ്റൊരു പുലിമടയിലേക്ക് ചെല്ലുക. അപ്പോൾ ആശാൻ്റെ അടുത്ത് പോകുമ്പോൾ ആശാൻ എൻ്റെ കൊട്ട് കണ്ടപ്പോൾ കയ്യിനൊരു ഭംഗിയുണ്ടായിരുന്നു. കാരണം സദനാശാൻ അങ്ങനെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അത്യാവശ്യം എന്നെ മേളത്തിന് കൊണ്ടുപോകും. ഈ മേളത്തിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ലിസ്റ്റ് ഇടുമല്ലോ, ഇനി ഓരോരുത്തർക്ക് പൈസ കൊടുക്കാനോ എല്ലാവർക്കും ലിസ്റ്റ്. അപ്പോൾ ഏറ്റവും ചോദിക്കും ബിജു എന്ന് എഴുതുമ്പോഴേക്കും ഏത് ബിജുവാ, എടോ ഏലൂരുള്ള ബിജു ഇല്ലേ എന്ന് പറഞ്ഞ് അത് അങ്ങനെ ലിസ്റ്റിൽ ഏലൂർ ബിജു അങ്ങനെ ആയി തുടങ്ങി. അങ്ങനെയാണ് ഏലൂർ. അങ്ങനെ പതുക്കെ ഏലൂർ. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പറയുമ്പോൾ ഏലൂർ ബിജു എന്ന് പറഞ്ഞു തുടങ്ങി, ചെറുതായിട്ട്. അങ്ങനെ അന്നൊന്നും ഫേമസ് ഒന്നുമില്ല. അങ്ങനെ പറയുമ്പോൾ ഒരാൾ ചോദിക്കുമ്പോൾ പറയണമല്ലോ ഏത് ബിജു എവിടെ നിന്ന് വിളിക്കണേന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിയതാണ്. അങ്ങനെ ഡൽഹി പോയപ്പോൾ, ഡൽഹിയിൽ അമ്പലത്തിൽ ജോലിയുണ്ട്. അത് ഏത് വർഷമാണ്? അത് 2005, 2005 കാലഘട്ടത്തിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം ചെയ്തു, സ്റ്റേജിലൊരു പ്രോഗ്രാം ചെയ്തു. അപ്പോൾ അവിടെ ഞാൻ നോട്ടീസിൽ കൊടുത്തു ഏലൂർ ബിജു. ശരിക്കും എൻ്റെ പേര് അരുൺകുമാർ എന്നാണ്. അതെ, ദിലീപ് സിനിമയിൽ പറഞ്ഞത് അരുൺകുമാർ എന്നാണ് ശരിക്കും പേര്. പക്ഷേ അതങ്ങനെ ഞാൻ പോലും അറിയാണ്ട് അതങ്ങനെയായി. അങ്ങനെ ജീവിതത്തിലൊരു മാറ്റം ഡൽഹിയിൽ നിന്നുണ്ടായിരുന്നു. പിന്നീട് ഇവിടെ വന്നതിന് ശേഷം എല്ലായിടത്തും പറയുമ്പോൾ ഏലൂർ ബിജു എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ്. അതാണ് ഏലൂർ ബിജുവിലേക്ക് പോകുന്നത്. ഒരിക്കലും ഞാൻ ആദ്യം പറഞ്ഞതിൽ നിന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു ജീവിതം, ഇങ്ങനൊരു ഫീൽഡ്, എങ്ങനെ സിനിമ ആഗ്രഹിച്ചിരുന്നു. സിനിമയിൽ എന്തൊരാവണം, ഒന്നിൽ യേശുദാസ് അല്ലെങ്കിൽ മോഹൻലാൽ. അതെ, നമ്മുടെ ചെറുതൊന്നും ആഗ്രഹിക്കാൻ രണ്ടു വീട്ടിട്ടുള്ള കളിയില്ല. അപ്പോൾ പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായി എനിക്ക് പറ്റിയ മേലെ, കാരണം എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, ഞാൻ ബലം പിടിക്കും.
പിന്നെ സിനിമ പാട്ട് പാടാനുള്ള സംഗീതം എൻ്റെ അടുത്തില്ല. ഇന്ന് നിങ്ങൾ ചോദിച്ചപ്പോഴുള്ള ഏറ്റവും വലിയ ഉത്തരം എന്താ അറിയുമോ? ആരാണല്ലോ ചോദിച്ചു. ഞാൻ ഒരിക്കലും എൻ്റെ പാട്ടിനെ ഞാൻ എന്താ പറയുക സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഇപ്പോൾ കാറിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ പാട്ട് കേട്ട് ഞാൻ ഭയങ്കര ഇട്ടിട്ടാ അയ്യേ എന്ന് പറയും. അതെ, എല്ലാവർക്കും ഈ സ്വന്തം സ്വരം കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉള്ളതുപോലെ. അപ്പം ഞാൻ ആലോചിക്കുന്നത് ആൾക്കാർ എൻ്റെ പാട്ട് എങ്ങനെ ഇഷ്ടപ്പെടുന്നു, എങ്ങനെ ഇത് ആൾക്കാർ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. ആദ്യ കാലത്തൊക്കെ ഇങ്ങനെ ബിജു നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു ടാങ് എൻ്റെ പാട്ടോ എന്ന് ചിന്തിച്ചിട്ട് കാലം. പക്ഷെ അതൊക്കെ അതേ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഒരു നിമിത്തമാണ്, ഇതൊക്കെ ഒരു അനുഗ്രഹം. ഞാൻ പല ഫീൽഡിലും പല കാര്യം ചെയ്തു. പക്ഷെ എന്ത് ചെയ്താലും ആ പാതാരങ്ങൾ വിധത്തിൽ വന്ന് വീഴുക. അവിടുത്തെ കീർത്തനങ്ങൾ പാടാനുള്ള ഒരു നിയോഗം അല്ലെങ്കിൽ ഈ ജന്മം അതിനാണെന്ന് ഞാൻ വിശ്വസിച്ചു. കാരണം ഒന്നും എനിക്കറിയില്ല. നിങ്ങളിപ്പോൾ ഞാൻ ചെയ്യണ പാട്ടുകൾ ഞാൻ തന്നെ കമ്പോസ് ചെയ്താണ് കൂടുതലും ട്രഡീഷണൽ അല്ലാത്തത്. അതെങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല. എല്ലാം അത്ഭുതമാണ്. അപ്പം അതുകൊണ്ട് ഇത് ഭഗവാൻ തന്ന ജീവിതമാണ്. അവിടെ നിന്നാണല്ല. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അഹങ്കരിക്കാൻ പറ്റില്ല. അതാണ് ഏലൂർ ബിജു. ഈ സോപാന സംഗീതത്തിലേക്ക് കടന്നു വരുന്ന ആദ്യ കുറച്ച് നാളുകളുണ്ടാവുമല്ലോ, അതെവിടെ നിന്നാണ് തുടങ്ങിയത്? നോക്കൂ, ഞാൻ മേളക്കാരനായിരുന്നു. മേളം പഠിക്കാനായിട്ട് നാറാണത്ത് ചെന്നപ്പോൾ അന്ന് ചേന്നവർ ഉണ്ണികൃഷ്ണൻ മാരാർന്ന് എൻ്റെ ഗുരുനാഥൻ നമ്മുടെ കൂടെയില്ല. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഓടോ താൻ സോപാനം പഠിക്കണം. അപ്പോൾ എന്നോട് എന്തെങ്കിലുമൊക്കെ കീർത്തനവും ശ്ലോകമൊക്കെ നടയിൽ പാടാൻ പറയും. അന്ന് അതിൻ്റെ ചിട്ടയെന്ന് അറിയില്ല, സോപാനത്തെ ചിട്ടയെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നാൽ ഒന്നിച്ചിട്ട് എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ താൻ്റെ കാര്യം ചെയ്യും, ഞാൻ ചോറ്റാനിക്കര സുഭാഷ് മാരാരോട് പറയാം അവിടെ പഠിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നാറാണത്ത് ഇന്ന് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള കാവിൽ ഉണ്ണികൃഷ്ണ വാര്യർ ആശാൻ ജോയിൻ ചെയ്ത ജോലിയായിട്ട് ദേവസ്വം ബോർഡ് അമ്പലമാണ്. അപ്പോൾ ഇനി വേറൊന്നും പോകണ്ടോ ഉണ്ണിയെടുത്ത്. അപ്പോൾ പക്ഷേ ഉണ്ണിച്ചേട്ടൻ്റെ അടുത്ത് കാവിൽ ഉണ്ണികൃഷ്ണ വാര്യർ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ പഠിക്കാനുള്ള എന്താ പറയുക സമയം കിട്ടിയുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ അതൊരു കുറവായിട്ട് ഇപ്പോഴും കാണണം. കുറേ കൂടി പഠിക്കണമായിരുന്നു ആശാൻ്റെ അടുത്തുനിന്ന്. അത് പഠിച്ചു. അത്യാവശ്യം ചെറുത്തൊക്കെ എന്തിലൊക്കെ പാടാൻ പോകും. എന്നെ അത്രയും സഹായിച്ച ഒരാളുണ്ട്, കടങ്ങിലൊരു പ്രസാദ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഒരുമിച്ച് പരിപാടിക്ക് പോകുമ്പോൾ ആൾ പാടാൻ പറയും. അങ്ങനെ അതൊന്നും അന്ന് ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. ഞാനൊരു രസത്തിന് പഠിച്ചത്. ഇതാണ് ജീവിതം എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഇതിന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ശമ്പളം അല്ലെങ്കിൽ ഇത് മോഹിച്ചല്ല ഈ കലാകാരന്മാർ പൊതുവെ ഇറങ്ങാറ്. എന്നിരുന്നാലും ആദ്യത്തെ ഒരു ശമ്പളം എന്തായിരുന്നു? നോക്കൂ, ഞാൻ ശമ്പളം എന്ന് പറയുമ്പോൾ കുറേ പറയേണ്ടി വരും. അതിൽ നാറാണത്ത് അമ്പലത്തിൽ നിൽക്കണമെങ്കിൽ എനിക്ക് ചിലവ് നടക്കണം. നാറാണത്ത് അമ്പലത്തിൽ നിന്ന് പഠിക്കുകയാണ്. അതാണ് വലിയൊരു കാര്യം. അതാണ് ഗുരുനാഥൻ്റെ അടുത്ത് കൂടെ നിൽക്കാം. അത് പഠിക്കണമെങ്കിൽ എനിക്ക് അവിടെ നിൽക്കണം. അവിടെ നിൽക്കണമെങ്കിൽ എനിക്ക് ചിലവ് വേണം. അപ്പോൾ അവിടെ ഒരു കുട്ടൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു കുട്ടൻ മാരാർന്ന് പറഞ്ഞ ആളുണ്ട്. അദ്ദേഹത്തിനൊരു ഹോട്ടലും ഒരു കടയൊക്കെ ആയിട്ടുണ്ട്. ഈ ഹോട്ടലിലാണ് ഞങ്ങളുടെ ഭക്ഷണം, എല്ലാവരുടെയും ഭക്ഷണം. അതൊന്നും മറക്കാൻ പറ്റില്ല. കുട്ടേട്ടൻ്റെ ചായ പുട്ടെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര കുട്ടേട്ടൻ്റെ മനസ്സാണ് ഏറ്റവും വലുത്. അപ്പോൾ എൻ്റെ ഈ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുട്ടേട്ടൻ കൊണ്ട് എടോ ഞാനാണ് അമ്പലത്തെ തകിലിന് പകരം ഏറ്റേക്കണേ. തകിലിൻ്റെ ആൾ വന്നിട്ടില്ല. തകിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, നാസരം തകിൽ. താൻ നോക്കിയോ? അതിന് ഞാൻ പകരക്കാരൻ്റെ പകരമായിട്ട്. അപ്പോൾ പുള്ളി അതിന് ശമ്പളം തരും. അന്നെന്തോ 1000 അങ്ങനെ 1200 അങ്ങനെന്തോ, അങ്ങനെ എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. എന്തായാലും അത് എത്രയാണെങ്കിലും അതെനിക്ക് വലുതായിരുന്നു, വലിയൊരു സംഖ്യയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചിലവ് കാര്യങ്ങളും അവിടെ നിന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ഒന്നും വേണ്ട, എൻ്റെ വീട്ടിലേക്കാണെങ്കിൽ പോലും അത്യാവശ്യം. പിന്നെ അത്യാവശ്യം അന്ന് പരിപാടിക്ക് പോകുമ്പോൾ 150 രൂപയായി. അങ്ങനെ മേളത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ 25 രൂപ ഓട്ടാൻ പോയിട്ടുണ്ട്. അവിടെ നിന്ന് 150 250 വരെയൊക്കെ എത്തി സമയമായിരുന്നു മേളത്തിന് പോണത്. സീസണിനും പരിപാടിയില്ലല്ലോ. അന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞൊരു സമയം അങ്ങോട്ട് ഇങ്ങനെ പോകണു. ഇത് കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ ജോലി കിട്ടി. ഡൽഹി ജോലി കിട്ടിയപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മാസം 4500 4000 രൂപ ഉണ്ടായി. അന്നത് വലിയൊരു സംഖ്യയാണ്. ഈ വീട്ടിലേക്ക് അയച്ചാലും ചെറിയ സേവിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ജോലി കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴേക്കും പിന്നെയും ബുദ്ധിമുട്ടിലേക്കായി. ജോലി സ്ഥിരമായൊരു ജോലി, പലയിടത്തും ജോലിയൊക്കെ ചെയ്തെങ്കിലും അതൊരു കറക്റ്റായില്ല. അവിടെ നിന്ന് നേരെ ചേരാന്നുള്ളൊരു ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം 100 രൂപയുള്ളൂ, മാസം 3000. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എൻ്റെ മാത്രമല്ല കേട്ടോ, എല്ലാ കലാകാരന്മാരും. ഞാനിപ്പോൾ പറഞ്ഞില്ലേ 25 30, അപ്പോൾ അതിനു മുമ്പുള്ള കലാകാരന്മാർക്ക് ഞാൻ ആലോചിച്ച് നോക്കും. അതെ, ബുദ്ധിമുട്ടിലൂടെയാണ് കലാകാരന്മാർ. ദാസേട്ടൻ പറയാറില്ലേ എത്ര ബുദ്ധിമുട്ടിയിരുന്നു. വെള്ള ഷർട്ട് ഇടുന്ന കാര്യം എന്താ പറഞ്ഞിരുന്നത്? അത്രയും ബുദ്ധിമുട്ട് എല്ലാവരും വന്നിരുന്നത്. നമ്മളിത്ര അനുഭവിച്ചിട്ടുള്ളൂ, അവരൊക്കെ എത്ര അനുഭവിച്ചു.
അതൊരു കലാകാരന്മാർ നേടണമെങ്കിൽ, ഞാൻ പുതുതലമുറയോട് പറഞ്ഞു കൊടുക്കണം, നേടണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. അപ്പോൾ സ്വാദ് കൂടും. വിശന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സ്വാദില്ലേ അതിൽ. അങ്ങനെ. അപ്പോൾ അതുപോലെ തന്നെ ഈ സോപാന സംഗീതം പാടുന്നത് ഈ ക്ഷേത്രങ്ങളിൽ മാത്രമാണോ പൊതുവെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട്, അതോ പുറമെ എവിടെയെങ്കിലും പാടും? ഇപ്പം ക്ഷേത്രങ്ങളിലായിരുന്നു അങ്ങനെ പറയേണ്ടി വരും. അതെ അതെ. ക്ഷേത്ര കലകൾ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് മാത്രം. ക്ഷേത്രത്തിൽ പൂജ നടക്കുന്ന സമയത്താണ് സോപാന സംഗീതം. കൊട്ടിപ്പാടി സേവ എന്നാ ശരിക്കും പറയാം. കൊട്ടിപ്പാടി സേവ, ഇടയ്ക്ക് കൊട്ടി പാടി ഉപാസന. അപ്പം അത് ക്ഷേത്രത്തിനകത്താണ്. അപ്പോൾ അത് പൂജാ സമയത്താണ്. അതിനും പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഓവ് വരണ ഭാഗത്ത് ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ സോപാനത്തിൻ്റെ അരികിൽ നിന്ന് പാടണം എന്നുണ്ട്. പിന്നെ വിളക്ക് ഉത്സവ സമയത്ത് വിളക്കാചാരത്തിന് പാടാം. ആറാട്ട് കടവിൽ പാടും. ഇതൊക്കെ ക്ഷേത്ര അനുഷ്ഠാന ഇതായിട്ട് ബന്ധപ്പെട്ട് ആചാരമായിട്ട് ബന്ധപ്പെട്ട് മാത്രമായിരുന്നു. പിന്നെ ഇത് വേദികളിലേക്കായി. അപ്പോൾ ഈ വേദികളിൽ പാടുമ്പോഴും നമ്മൾ ഈ ക്ഷേത്രത്തിൽ പാലിച്ചു വന്നുകൊണ്ടിരുന്ന നിയമങ്ങളെല്ലാം നമ്മൾ വേദിയിൽ തന്നെ കൊണ്ട് നടക്കണം എന്ന ഒരു നിയമമുണ്ടോ? ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പറയാം. നോക്കൂ, നമ്മളിന്ന് ഞാനായിട്ട് കൊണ്ടുവന്നല്ല പുറത്തേക്ക്. അല്ലെ പലരും പറയണ്ടേ എലു ബിജുവാണ്. അതെ, പൊതുവെ അങ്ങനെ പറയണത് എൻ്റെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടിട്ടോ അല്ലെ പാട്ട് കേട്ടിട്ട് അങ്ങനെ വന്നവരുണ്ടാവാം. ഇതിനു മുമ്പുണ്ട് ഞരളത്താശാനുണ്ട്. ആശാൻ പാടി നടക്കുമായിരുന്നു. അദ്ദേഹത്തിന് ഇവിടെ നിന്ന് പാടില്ല, അത് ഭഗവാനെ കണ്ടുകൊണ്ട് പാടണമെന്നുണ്ട്. ഒരു ആൽത്തറ കണ്ടാലും ഇവിടെ നിന്ന് പാടും. അവധൂതനായിരുന്നു, അത്രയും ഇതായിരുന്നു. അദ്ദേഹം പാടി നടക്കുമായിരുന്നു. അദ്ദേഹം അത്രയും എന്താ പറയുക ഭക്തനായിരുന്നു. ശേഷം വേദികളിലും അദ്ദേഹം പാടിയിട്ടുണ്ട്. ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ ഹരിഗോവിന്ദൻ അദ്ദേഹവും കുറേ വേദികൾ സ്റ്റേജുകളായി പാടി വന്നു. അതിനുശേഷം പിന്നെ നമ്മളൊക്കെ ആകർഷിച്ചൊരു പാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാതാണ് അമ്പലപ്പുഴ വിജയകുമാറേട്ടൻ, എൻ്റെ ഗുരുനാഥൻ ശ്രീ കാവിലൂർ കൃഷ്ണമാർ. ഇവരൊക്കെ സ്റ്റേജ് ചെയ്യാൻ തുടങ്ങി. അതിൽ കുറേയും കൂടി സ്റ്റേജുകളിൽ കൂടുതൽ പോയി കണ്ടത് വിജയകുമാറേട്ടൻ. എനിക്ക് തോന്നുന്നു അത്രയും വേദികൾ ആരും പങ്കിട്ടിട്ടുണ്ടാവില്ല. അതായത് ഇതൊന്നും ഇല്ലാത്ത 2000 ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. സോപാന സംഗീതമായിട്ട് ഇറങ്ങിയതൊക്കെ ഞാൻ വൈകിയല്ലേ. ആ സമയത്തൊക്കെ ഇദ്ദേഹം അത് 2000 അങ്ങോട്ട് പുള്ളി 99 അങ്ങോട്ട് CD ഇറക്കിയിട്ടുണ്ട്. അതെ, ഞാനൊരു CD ഇറക്കുമ്പോൾ 2011. അതെ, 2011. അപ്പം അത്രയും വർഷം മുമ്പ് അവരൊക്കെ അതിൽ സുഭാഷേട്ടൻ, ചോറ്റാനി സുഭാഷേട്ടൻ, ഇവരൊക്കെ വേദികൾ പങ്കിട്ട് പോകുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വേദികൾ ചെയ്തേക്കുന്നത് അമ്പലപ്പുഴ വിജയകുമാറായിട്ടാണ്. ശേഷമാണ് ഞാൻ വരുന്നത്. ഉണ്ണിച്ചേട്ടൻ, എൻ്റെ ഗുരുനാഥൻ, ഇവരൊക്കെ ശേഷം 2010-11 ഇപ്പം ഞാൻ ആക്റ്റീവായിട്ടുള്ളൂ. 11 എൻ്റെ CD ഇറങ്ങുന്നത്. അതിന് ശേഷം ഒന്നുകൂടി ആക്റ്റീവായിട്ടുള്ളൂ. അല്ല, അതുപോലെ വ്യത്യാസം ചോദിച്ചൊരു ഉത്തരം കൂടി പറയണം. എന്താണ് വ്യത്യാസം നടയിലും അല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്തും പുറത്തും? അല്ല, അതല്ല ചോദിച്ചിരുന്നത്. ആചാരം അനുസരിച്ചാണ് ഞാൻ പറഞ്ഞല്ലോ, ഓരോ പൂജകൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സോപാന സംഗീതം ചെയ്യേണ്ടത് ക്ഷേത്രത്തിനകത്ത്. ഉദാഹരണം, പൂജകൾ, ഉഷപൂജ അറിയാം, എതിർത്ത പൂജ, പന്തിരിടി പൂജ, ഉച്ചപൂജ, സന്ധ്യയ്ക്ക് ദീപാരാധന, സന്ധ്യ കഴിഞ്ഞ് അത്താഴപൂജ, ഇങ്ങനെയാണ് നമുക്ക് നിയമം. ഈ പൂജകൾക്കെല്ലാം അടിസ്ഥാനപ്പെടുത്തിയ കാര്യങ്ങളുണ്ട്. ഉദാഹരണം, നിങ്ങൾ ചിലപ്പോൾ ഉഷപൂജയ്ക്ക് ചെല്ലുകയാണ് ക്ഷേത്രത്തിൽ. ചെല്ലുമ്പോൾ ഇടയ്ക്കയിൽ ത്രിസ്ഥായി അല്ല ത്രിസ്ഥായി എന്ന് പറയും. ആ ത്രിസ്ഥായി ഇടയ്ക്കയിൽ കൊട്ടണം. ഇടയ്ക്കയിൽ ഗണപതിക്കൈ കൊട്ടണം. പിന്നെ പാടേണ്ടത് ധ്യാനി പാടണം. ധ്യാനിക്കുക എന്നർത്ഥം ധ്യാനി പാടുക. അത് പൂജയ്ക്ക് വിശേഷമുണ്ട്. ഉഷപൂജയ്ക്ക് ദേശാക്ഷി രാഗത്തിൽ ത്രിപുടതാളത്തിലുള്ള ധ്യാനി പാടണം. അങ്ങനെ നിയമമുണ്ട്. അപ്പോൾ നിയമമായി ഇവിടെ പൂജ സമയത്ത് ഇന്നത് പാടണമെന്നുണ്ട്. ആ ധ്യാനി പാടിയ ശേഷം ആ ധ്യാനി ഏത് താളത്തിലാണ് പാടി അതിനുള്ള ഇടയ്ക്കൂറ് കൂട്ടണം. എന്നിട്ടോ ആ സമയത്തുള്ള രാഗം പറഞ്ഞിട്ടുണ്ട്. ദേശാക്ഷി രാഗം പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറനീര്, ഭൂപാളം, ബൗളി രാഗങ്ങളാണ് ഉഷപൂജയ്ക്ക് പറയണം. അത് പാടണം ഉഷപൂജയ്ക്ക്. അങ്ങനെ ഓരോ പൂജയ്ക്കും വ്യത്യസ്ത രാഗങ്ങളും താളങ്ങളും പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ രാഗങ്ങളെല്ലാം ഓരോ മനുഷ്യൻ്റെ സമനിലയെ നിയന്ത്രിക്കാനുള്ള കഴിവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഇപ്പോൾ രാവിലെ പാടുന്നത് വളരെ സൗമ്യമായിട്ടുള്ള ഭാവത്തിലും വൈകുന്നേരങ്ങളിൽ ഇച്ചിരൂടെ ക്രോധമായിട്ടുള്ള രീതിയിലായിരിക്കും. ക്ഷേത്രത്തിലെ പൂജകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അകത്ത് പാടുന്നത് ക്ഷേത്രത്തിനകത്ത്. നേരെ വിളിച്ച വേദിയിലേക്ക് വരുമ്പോൾ ഇതൊന്നും ബാധകമല്ല. വേദിയിൽ ചിലർ പറയും തോന്നിവാസം എന്നൊക്കെ പറയും. പക്ഷെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ വേദിയിൽ പാടുമ്പോൾ നമ്മൾ ഓഡിയൻസിനെ അറിഞ്ഞു പാടണം.
കാരണം അത് പ്രോഗ്രാമാണ്. അതെ. ഒരു ക്ഷേത്രത്തിൽ ഇപ്പം നമ്മൾ ഒരു സ്റ്റേജ് പരിപാടി കാണാൻ പോകുമ്പോൾ നമുക്കത് ഇല്ലെങ്കിൽ നമ്മൾ ഉറക്കം നോക്കിയിട്ട് പോകും, കൊട്ടുവായിക്കിട്ടിട്ട് നമ്മൾ അല്ലെങ്കിൽ പറയും എന്നെ പരിപാടിയടാ എന്ന് പറയേണ്ടി വരും. ഇവിടെ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപാന സംഗീതം നടയിൽ പാടുമ്പോൾ നമ്മൾ അവിടുത്തെ നിയമം അനുസരിച്ച് പതിച്ച പാടുക. അതെ. അല്ലെങ്കിൽ അങ്ങനത്തെ ശൈലിയാണ്. അല്ല, ഇപ്പോൾ അങ്ങയുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടതിൽ വെച്ച് ബാക്കിയുള്ള ആളുകൾ സോപാനം പാടുന്നതിലും ഇച്ചിരി കൂടി തുറന്നാണ് അങ്ങ് പാടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഇപ്പോഴുള്ള ആളുകൾക്ക് അത് ജനകീയമായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എത്രത്തോളം ശരിയാണെന്നും എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ ഒരു അർത്ഥം. തുറന്നു പാടുക എന്നുള്ളതല്ല, ശൈലി. കാരണം നമ്മൾ സ്റ്റേജിലേക്ക് പാടുമ്പോൾ നമ്മൾ കുറേയും കൂടി പാട്ടുകളുടെ സ്റ്റൈല് മാറ്റും. ഇത്തിരി പഞ്ചകീർത്തനങ്ങളാക്കണം, നമ്മളുടെ എന്താ പറയുക, ജനം സ്വീകരിക്കണതാകണം. ഇപ്പം ഞാനല്ലാണ്ട് ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. പഴയ കാലത്തെ രീതിയിൽ ഞാൻ പാടുകയെന്ന് ചോദിച്ചു, 1 മണിക്കൂറാണ് പ്രോഗ്രാം, 1 2 കീർത്തനം മതി. ഞാൻ കണ്ണടച്ചിട്ടാ പാടുന്ന, കണ്ണ് തുറക്കുമ്പോൾ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല, ആരെങ്കിലും കേൾക്കാറുണ്ടാവില്ല. കാരണം നമ്മൾ പ്രോഗ്രാം ആകുമ്പോൾ അതിൻ്റെ സ്റ്റൈൽ ഇത്തിരി മാറ്റിയേ ഞാൻ പാടുന്നത്. പിന്നെ എൻ്റെ ഒരു ശൈലി എൻ്റേതാണ് സോപാന സംഗീതം ശരിയെന്ന് ഞാൻ പറയാറില്ല. കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് ഞാൻ പാടുന്നത്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പഴയ ശൈലിയിൽ നിന്ന് നമുക്ക് 100% അത് തന്നെയാണ്. എനിക്ക് അങ്ങനെ അവർ പറയാൻ പറ്റില്ല. അത് തന്നെ നമ്മൾ സ്വീകരിക്കില്ല. എല്ലാം അങ്ങനെയല്ലേ. അതുപോലെ തന്നെ ഈ സോപാന സംഗീതവും അഷ്ടപതിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പിന്നെ അഷ്ടപതി വേറെ അല്ലേ? അഷ്ടപതി വേറെയാണ്. അഷ്ടപതി എന്ന് പറഞ്ഞാൽ ജയദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവി, ഒറീസക്കാരനാണ്. അദ്ദേഹം മലയാളിയല്ല. അദ്ദേഹം എഴുതിയ സംസ്കൃതത്തിലെ രാസക്രീഡകൾ അടങ്ങിയ ഗീതഗോവിന്ദമാണ്. 24 അഷ്ടപതികളാണ് സംസ്കൃതത്തിൽ. 2 അഷ്ടപതി വെച്ച് ബാക്കിയെല്ലാം രാസക്രീഡകളാണ്. അത് സോപാനത്തിലേക്ക് വന്നു ചേർന്നതാണ്. ഇതെല്ലാവർക്കും അതൊന്നും അറിയില്ല. പലരും എൻ്റെ പ്രോഗ്രാമിന് ഒരു അഷ്ടപതി കച്ചേരി എന്നൊക്കെ പറഞ്ഞ് എഴുതാറുണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിക്കും കച്ചേരി എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് പാടുക എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ പായൊക്കെ വിരിച്ച് ഇത് പറഞ്ഞാലും മനസ്സിലാവാത്ത സ്ഥലങ്ങളുണ്ടായത്. ഇപ്പോൾ കുറേ വ്യത്യാസം വന്നു. 4 ചില സ്ഥലത്തുണ്ട്, എന്താണെന്നറിയില്ല. അല്ല, അപ്പോൾ ഈ സോപാന സംഗീതം അഷ്ടപതിയും തമ്മിൽ, അതായത് ഒരു കീർത്തനത്തിനും ഈ സോപാനത്തിൻ്റെ കീർത്തനം തമ്മിൽ എത്രത്തോളം, അതായത് ഒരു സോപാന സംഗീതം ഒരു 4-5 മിനിറ്റും കൊണ്ട് തീരുന്ന സമയത്ത് ഒരു അഷ്ടപതി എത്ര നേരം എടുക്കും തീരാനായിട്ട്? അഷ്ടപതി എന്ന് പറയുമ്പോൾ തന്നെ 8 പദങ്ങളുണ്ട്. 8 പതി വലിയ കീർത്തന. അപ്പോൾ അത്രയും പാടി തീരാൻ കുറേ സമയം എടുക്കും. അത്രയും ചിലപ്പോൾ കീർത്തനം ഉണ്ടാവില്ല. പക്ഷേ പഴയ കാലത്തെ കീർത്തനങ്ങളിൽ ചരണങ്ങൾ കൂടാം. കാശി വിശ്വനാഥ അങ്ങനെയുള്ള കീർത്തനങ്ങൾ, പഴയ കീർത്തനങ്ങൾ, അതിലൊക്കെ ചരണങ്ങൾ കൂടാം. ചരണങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ഇപ്പോഴത്തെ ചെറിയ കീർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും അഷ്ടപതിയാണ് കൂടുതൽ സമയം എടുക്കുക പാടി. അതുപോലെ തന്നെ ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾ ഒരുപാട് പേര് ഇതിലേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ സ്വാധീനിച്ച ഏറ്റവും വലിയൊരു ഘടകം എന്താ ഇതിൽ? എങ്ങനെ പിള്ളേർ വരുന്നത്, കുട്ടികൾ വരുന്നതിൽ? ഈ കുട്ടികൾ വരുന്നതിൽ 2 വിധത്തിലാണ്. നമ്മൾ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ, അത് നിങ്ങളായിട്ട് കണക്ട് ചെയ്യണം. സോഷ്യൽ മീഡിയ വലിയൊരു ഘടകമാണ്. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കണേന് സോഷ്യൽ മീഡിയ ഘടകം. അല്ലാതെ നിങ്ങളെങ്ങനെ അറിയും? അതെ. ഏലൂർ നിൽക്കുന്ന ഒരു പാട്ടുകാരനെ പണ്ടത്തെ രീതിയിലാണെങ്കിൽ കുറച്ച് പേരറിയും. ഫോൺ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒരു അമ്പലത്തിൽ വന്നോ കാണാം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനൊരാളുണ്ട് എന്നൊക്കെ പറയാം. ചിലപ്പോൾ പത്രത്തിൽ വരാം, അല്ലേ, റേഡിയോയിൽ വന്നേക്കാം, വേണമെങ്കിൽ ദൂരദർശനിൽ വന്നേക്കാം. ഇത്രയല്ലേ ഉള്ളൂ. സോഷ്യൽ മീഡിയ വന്നപ്പോൾ എല്ലാവരും കൈയും തുമ്പിലുണ്ട് നമ്മളെല്ലാവരും. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ചെല്ലുമ്പോൾ ബിജു ഞങ്ങളെല്ലാ ദിവസം കാണാറുണ്ടെന്ന് പറയണത് എന്താ? എന്നെ നേരിട്ട് കാണുമെന്നല്ലല്ല, ഇതിൽ കാണുമെന്ന്. അപ്പം അവരുടെ മുമ്പിൽ ഞാൻ അവരെ മകനായിട്ടോ അനിയനായിട്ടോ സുഹൃത്തായിട്ടോ ഒക്കെ കാണുന്നുണ്ട് ഡെയിലി. അവരത് കാണാൻ ആഗ്രഹിക്കുന്നത്. കുട്ടികളുടെ ഏറ്റവും സന്തോഷം തോന്നിയത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിൻ്റെ അനിയത്തിയുണ്ട്. അനിയത്തിയുടെ മകനുണ്ട്. അവന് 3 വയസ്സായിട്ടുള്ളൂ. ഈ 3 വയസ്സ് ആവണതിന് മുമ്പും 2 വയസ്സൊക്കെ അപ്പോഴുള്ളപ്പോഴും അവൻ്റെ ലോകം എൻ്റെ പാട്ടാണ്. രാവിലെ ആകുമ്പോഴേക്കും ഇവൻ TV തുറന്നായാലും ഫോൺ തുറന്നായാലും ഇത് കേട്ടോണ്ടിരിക്കണം, എൻ്റെ പാട്ടുകൾ. അത് വെക്കാൻ പറയും. ആദ്യം ഏട്ടാന്ന് മാത്രമേ പറയല്ല, പിന്നെ ബിജു എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഏട്ടയുടെ പാട്ട്, ഏട്ടയുടെ കൊട്ട്, ഏട്ടയുടെ വണ്ടി, ഇപ്പോൾ ഏട്ടയുടെ കഥ തന്നെ പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാൻ കാര്യം അത്രയും ഇവരെ ആകർഷിക്കുന്നുണ്ട് നമ്മുടെ സോപാന സംഗീതം. കുറേ കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാരിലേക്ക് വരെ ഇത് അത്രയും എത്തിച്ചേർന്നു. അത് ഒരു അത്ഭുതം പോലെ എനിക്ക് തോന്നുന്നത്. പിന്നെ ഓട്ടിസം ബാധിച്ച കുട്ടികൾ, സുഖമില്ലാത്ത കുട്ടികളിലൊക്കെ
ഇത് ഭയങ്കര സ്വാധീനിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്, എത്രത്തോളം അങ്ങയുടെ ജീവിതത്തിൽ? അത് പല സ്ഥലത്ത് പല രീതിയിലും ഞാൻ പറയാം. ചില സ്ഥലത്തിലും പാരൻസ് വരും, ഇങ്ങനെ ഒരു സ്ഥലത്തിട്ട് ഒരു കുട്ടിയുടെ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് പറഞ്ഞവർ കുറേ ഉണ്ട് അദ്ദേഹം കരയണത് കൊണ്ടേ. അപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് പറയുക, എടാ ഞാൻ എലു ബീച്ചേട്ടൻ്റെ അപ്പം ഫോട്ടോ എടുത്ത് നിനക്ക് അയച്ചിട്ട് നീ ഇത് കാണും എന്ന് പറയണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ പറയാം, ഇങ്ങനെ ഓട്ടിസം ബാധിച്ചതാണ്, പക്ഷേ അവൻ്റെ ലോകം മുഴുവൻ നിങ്ങളാണ്, നിങ്ങളുടെ പാട്ടും നിങ്ങളാണ്, നിങ്ങളുടെ പേര് പറയുക, നിങ്ങളുടെ പാട്ട് നിങ്ങളുടെ ഫോട്ടോ കണ്ട ആൾ പ്രശ്നം ഉണ്ടാക്കില്ല, സൈലൻ്റ് ആവും. അങ്ങനെ കുറേ അനുഭവങ്ങൾ കുറേ പേര് വിളിച്ചു പറയാറുണ്ട്. അസുഖം മാറി എന്ന് പറഞ്ഞ കുറേ പേര് വിളിച്ചു പറയാറുണ്ട്. നോക്കൂ, ഇതൊന്നും നമ്മുടെ കയ്യിലല്ല, നമ്മൾ പോലും അറിയണില്ല ചില സംഭവങ്ങൾ അങ്ങനെ. പക്ഷെ ഇവിടെ ഒരു അപകടം എന്താ പറയുമോ, ഈ സോപാന സംഗീതത്തിൽ നിങ്ങൾ ചോദിച്ചില്ലേ പുതിയ തലമുറ പലരും സോഷ്യൽ മീഡിയയിലൂടെ മാത്രം പഠിച്ചെടുക്കുന്നത്, യൂട്യൂബ് കേട്ട് പഠിച്ചിട്ട് സോപാന സംഗീതത്തിലേക്ക് വരണം. അതിൽ കുറേ അപകടം. അതെ, അതിൻ്റെ തറ രീതിയിലുള്ള രീതികളൊന്നും എന്തൊരു ബേസ് ഉണ്ടല്ലോ അല്ലേ. തറ കറക്റ്റ് അല്ലെങ്കിൽ മുകളിലേക്കുള്ള കെട്ടിപ്പൊക്കിയാലും ശരിയാവില്ല. അതെ അതെ. അതുകൊണ്ടുള്ള അപകടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് നമ്മൾ പലയിടത്തും പാട്ട് കേൾക്കുമ്പോൾ ഞാൻ പാടിയതാണെന്നല്ല കൊണ്ട് മാത്രമല്ല, പലരും പാടിയത് അല്ലെ പല കീർത്തനങ്ങൾ പാടുന്നതിൻ്റെ തെറ്റുകൾ, ലിറിക്സിൻ്റെ തെറ്റ് മാത്രമല്ല പറയുന്നത്, പാടുന്ന തെറ്റുകൾ, അബദ്ധങ്ങൾ, ഇതിനൊരു ഫീലുണ്ട്. സോപാന സംഗീതത്തിൻ്റെ ഫീൽ. ഞാൻ പാടുമ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടത് നിങ്ങളിലേക്ക് ഭഗവാൻ എത്തുക, നിങ്ങൾ അതിലൂടെ ഭഗവാനെ കാണണം. മനസ്സിലായി? തന്നെ ഇത് അഭിനയമല്ലല്ലോ, ഇത് കുറേ സോഷ്യൽ മീഡിയ കണ്ടിട്ട് അല്ലെങ്കിൽ ഇത് കണ്ട് കേട്ട് പഠിച്ചിട്ട് അത് പൂർണ്ണമാവില്ല. ഗുരുനാഥൻ തന്നെ. അതെ അതെ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കണമെങ്കിൽ, ഞാൻ ഇവിടെ വന്നിരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഗുരുനാഥനെ വിളിച്ചു ഞാൻ എൻ്റെ ഇതിന് പോവാതെ. അതുപോലെ തന്നെ ഈ സോപാന സംഗീതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ പുറകിലുള്ള ഈ ഇടയ്ക്ക. ഇടയ്ക്കൊക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ട് സോപാന സംഗീതത്തിൽ? ഇടയ്ക്കൊക്കെയാണ് പ്രാധാന്യം ഇടയ്ക്കൊക്കെയാണ്. ഇടയ്ക്ക് കൊട്ടിപ്പാടാണ്, കൊട്ടിപ്പാടി സേവയാണ്. അതെ. എത്രത്തോളം എന്നല്ല, സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ കൊട്ടിപ്പാടി സേവ ഇടയ്ക്ക ഇൻക്ലൂഡാണ്. മനസ്സിലായോ? അപ്പോൾ ഇടയ്ക്ക എന്നുള്ള വാദ്യം ലോകത്ത് തന്നെ അത്ഭുതവാദിയാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതികൾ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്തൊക്കെയാണ്? വെരി ഗുഡ്. ലോകത്ത് തന്നെ അത്ഭുതവാദിയാണല്ല ഇടയ്ക്ക. ഞാനൊരിക്കലും ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് രണ്ടുമൂന്നൂര് പോയതാണ്. ആഫ്രിക്കക്കാരുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ വാദ്യങ്ങൾ, പലതരം വാദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇവരും നമ്മളെ കേട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ അവർ ഭയങ്കര അത്ഭുതത്തോടെയാണ് നമ്മുടെ വാദ്യത്തെ അവർ കാണുന്നത്. അവർ എല്ലാ വാദ്യം കൊട്ടി നോക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് കണ്ടപ്പോൾ ഒരു ഭയങ്കര എന്താ പറയുക ഇതായിട്ടാണ് അവർ കണ്ടത്. ഇങ്ങനൊരു വാദ്യം ഈ ലോകത്തുണ്ടോ, എന്താ സംഭവം എന്ന് അവർ ചോദിക്കുക.